തൗഫീഖ്, നമ്മൾ ഈ ചർച്ചയിലേക്ക് വരുന്നതിന് അല്പം മുമ്പ് ഒരു വലിയ ആശംസ FB പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടു. അത് വാർത്തയായി വന്നിട്ടുമുണ്ട്. മറ്റാരുമല്ല, നിഖിൽ പൈലി, ധീരജ് വധക്കേസിൽ ഒറ്റക്കുത്തിന് ധീരജിനെ തീർത്ത ആ കേസിലെ ഒന്നാം പ്രതി ഗോകുൽ ഗുരുവായൂർ എന്ന KSU ജില്ലാ പ്രസിഡന്റിന് ഈ കേസിലെ പ്രതിക്ക് വലിയ ആശംസകൾ നേർന്നിരിക്കുകയാണ്. പുതിയ നിഖിൽ പൈലിയാണോ ഗോകുൽ ഗുരുവായൂർ? അല്ല, അത് ശരത്തേട്ട പ്രധാനമായിട്ടും പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ഈ നിഖിൽ പൈലിയെയും ഗോകുൽ ഗുരുവായൂരിനുമൊക്കെ വലിയ ഭീകരവാദികളാക്കി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ അത് SFIയും കൈരളിയും ഒക്കെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സംഭവത്തിൻ്റെ യഥാർത്ഥ വസ്തുത ഒന്നാണ് എന്നിരിക്കെ അതിനെ ആകെ ഒരു തിരക്കഥ നനഞ്ഞ് അണിയറ നീക്കങ്ങൾ നടത്തി ആ സംഭവത്തെ മറ്റൊരു രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലായൊക്കെ ഈ സംഭവത്തിന് പിന്നാലെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നിഖിൽ പൈലിയുടെ വിഷയം പറഞ്ഞാൽ അതിലൊക്കെ ആധികാരികമായി പോകേണ്ടി വരും. എങ്കിലും പറയുന്നു, നിഖിൽ പൈലി കുറ്റക്കാരനാണ് എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് പിണറായി വിജയൻ്റെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്നില്ല? നിങ്ങളുടെ കയ്യിലല്ലേ പോലീസ് സംവിധാനമുള്ളത്? ഇത് എല്ലാ ചർച്ചകളിലും എല്ലാ സംവാദങ്ങളിലും ഇത്തരത്തിൽ നിഖിൽ പൈലിയുടെ അതൊക്കെ സംഭവിക്കുന്നത്. ഞാൻ അതിൽ വസ്തുത പറഞ്ഞേ ഉള്ളൂ. വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുന്ന എങ്ങനെ, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. നിഖിൽ പൈലി എന്നുള്ള നേതാവ്, നിഖിൽ പൈലി എന്നുള്ള ഞങ്ങളുടെ സഹപ്രവർത്തകൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള പൂർണ്ണ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. നീതിന്യായ സംവിധാനത്തിൽ പറഞ്ഞത് എന്തുകൊണ്ട് പോലീസ് അറസ്റ്റ് ഒരു ഫാക്ച്വൽ എറർ ഉണ്ട്. നിങ്ങളൊക്കെ യുവ നേതാക്കളല്ലേ, താങ്കൾ പറഞ്ഞു എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? അന്ന് തന്നെ ധീരജ് കൊല്ലപ്പെട്ട സമയത്ത് തന്നെ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ നിഖിൽ പൈലി അടക്കമുള്ള പ്രതികൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അതിനെ തുടർന്നാണ് ആ കേസ് മുന്നോട്ട് പോകുന്നത്. അതിൽ പ്രതിയാണ് ജയിലിൽ കിടന്നു. ആളുകൾ ഇപ്പോൾ ജാമ്യത്തിലാണ്. താങ്കൾ പറഞ്ഞതിൽ ഒരു പെശകുണ്ടെന്ന് ഞാൻ പറഞ്ഞോളൂ. നിഖിൽ പൈലി ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ജാമ്യത്തിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ അത്തരത്തിൽ അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നീതിന്യായ സംവിധാനത്തിനകത്ത് വലിയ രീതിയിലുള്ള ക്രോസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിന്റെ പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ട് ഏത് കാര്യം വന്നാലും നിഖിൽ പൈലി വലിയ ഭീകരവാദിയാണ് കോടതിയിൽ വിചാരണ ഘട്ടത്തിൽ ഇല്ല, അത് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിഖിൽ പൈലി കുറ്റക്കാരനല്ല എന്നുള്ള പൂർണ്ണ വിശ്വാസം, നിഖിൽ പൈലി തെറ്റുകാരനല്ല എന്നുള്ള പൂർണ്ണ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം, ഈ KSU ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂരിന്റെ കാര്യത്തിലേക്ക് വന്നാൽ, ഗോകുൽ ഗുരുവായൂരിന്റെ കാര്യവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കറിയാം, ഈ ഡീസോൺ കലോത്സവം അലങ്കോലപ്പെടുത്തണം, ഡീസോൺ കലോത്സവം അട്ടിമറിക്കണം. ഇവിടെ സായൂജിന്റെ ഫോൺ സംഭാഷണമൊക്കെ KSU ജില്ലാ പ്രസിഡന്റാണ്, KSU തൃശൂർ ജില്ലാ പ്രസിഡന്റാണ്, ഈ പരിപാടിയുടെ ഉത്തരവാദിത്തപ്പെട്ട സംഘാടക സമിതിയിലുള്ള ആളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഗോകുൽ ഗുരുവായൂർ അവിടെ ഉണ്ടാകും. ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം ഞങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട സംഘടനയുടെ KSUവിന്റെ ജില്ലാ പ്രസിഡന്റാണ്. ഈ പരിപാടിയുടെ ഈ ഡീസോൺ കലോത്സവവുമായി ബന്ധപ്പെട്ട് ഈ പരിപാടിയുടെ സംഘാടക സമിതിയിലുള്ള ആളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഗോകുൽ ഗുരുവായൂർ അവിടെ പോകാൻ പാടില്ല, ഗോകുൽ ഗുരുവായൂർ അവിടെ ചെല്ലരുത്, ഗോകുൽ ഗുരുവായൂർ ഭീകരവാദിയാണ്, ഗോകുൽ ഗുരുവായൂർ വലിയ രീതിയിലുള്ള അക്രമം അതിൽ ഇച്ചിരി മുണ്ടും മടക്കി കുത്തി ഒരു ചെറുപ്പക്കാരനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നതിന്റെ മുമ്പിൽ അതിന് നേതൃപരമായ പങ്കുവഹിക്കുകയാണ്. ഇതാണോ KSUവിന്റെ ഒരു ജില്ലാ പ്രസിഡന്റ്? അതിനാണോ ഈ കലോത്സവത്തിന്റെ സംഘാടക സമിതിയിൽ ഒരു ജില്ലാ പ്രസിഡന്റിനെ വെച്ചിരിക്കുന്നത്? നിങ്ങൾ അവിടെ മത്സരത്തിലെ മത്സരവിധികൾ ചോദ്യം ചെയ്യപ്പെടും. അത് സ്വാഭാവികമായി അതിനെ കമ്പിപ്പാര കൊണ്ടും ഇരുമ്പുവടി കൊണ്ടും അടിച്ചു തീർത്തേക്കാം. ഒരു ചെറുപ്പക്കാരനെ അങ്ങ് തീർത്ത് കളയാമെന്ന് വിചാരിക്കുന്നതാണോ കലോത്സവത്തിന്റെ ജനാധിപത്യം? അതിനാണോ KSUവിന്റെ ജില്ലാ പ്രസിഡന്റിനെ അതിൽ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്? ദൃശ്യങ്ങൾ കാണണോ തൗഫീഖിന്? ഇനി ദാ നോക്ക്, ആ കൂട്ടത്തിൽ തന്നെ ആ ജില്ലാ പ്രസിഡന്റിനെ വേഗം തിരിച്ചറിയാം. ഞാൻ പറയാം, പറഞ്ഞോളൂ തൗഫീഖ്, കണ്ടോണ്ട് പറഞ്ഞോളൂ. കണ്ടോണ്ട് പറഞ്ഞോളൂ, നിങ്ങൾ പറഞ്ഞോളൂ, നിങ്ങളാണ് പറയേണ്ടത്. അതായത് ഞാൻ പറയാൻ തയ്യാറാണല്ലോ. ഞാൻ സംസാരിക്കുന്നിടയ്ക്ക് അങ്ങ് സംസാരിച്ചു എന്നുള്ളത് കൊണ്ടാണ് ഞാൻ സൈലന്റ് ആയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഗോകുൽ ഗുരുവായൂരിനെ വലിയ രീതിയിൽ ടാർഗറ്റ് ചെയ്യുന്നു. ആ ടാർഗറ്റ് ചെയ്യുന്ന കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഞങ്ങൾ
ആ കലോത്സവമായി തുടക്കം മുതൽ ഈ കലോത്സവം നടന്ന 24-ാം തീയതി മുതൽ ഈ പരിപാടി അലങ്കോലപ്പെടുത്താൻ, ഈ പരിപാടി തകർക്കാൻ, ഈ പരിപാടി സുഗമമായി നടക്കരുത് എന്നുള്ള ലക്ഷ്യം കൃത്യമായി SFIക്ക് ഉണ്ടായിരുന്നു ശരത്തെ. അവിടെ സ്വാഭാവികമായിട്ടും ഈ ഡി-സോൺ കലോത്സവം അലങ്കോലപ്പെടുത്തണമെന്നുള്ള കൃത്യമായ അജണ്ട SFIക്ക് അവിടെ ഉണ്ടായിരുന്നു ശരത്തെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ അത് ആദ്യത്തെ സംഘർഷമല്ല. ഇപ്പോൾ നിങ്ങൾ കേവലം കാണിക്കുന്ന 10-20 സെക്കൻഡ് ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് അത് അവിടുത്തെ ആദ്യത്തെ ഒരു സംഭവമല്ല. അവിടെ ആദ്യം ഒരു ഇഷ്യൂ ഉണ്ടാകുന്നു, രണ്ടാമത് ഇഷ്യൂ ഉണ്ടാകുന്നു, മൂന്നാമത്തെ ഇഷ്യൂവിൽ ഞങ്ങൾ പ്രതിരോധം തീർക്കുകയാണ് അവിടെ ഉണ്ടായത്. അതായത് ഡി-സോൺ കലോത്സവം അലങ്കോലപ്പെടുത്തി വിദ്യാർത്ഥികളെ ബുദ്ധിമുട്ടിച്ച SFI ഗുണ്ടകൾക്ക് മുന്നിൽ വിദ്യാർത്ഥികൾക്ക് പ്രതിരോധം തീർക്കുകയാണ് ചെയ്തത്. അപ്പൊ സ്വാഭാവികമായിട്ടും അല്ല നിങ്ങൾ അലങ്കോലപ്പെടുത്താൻ അല്ല ഇവിടെ എടുക്കാണ്. തൗഫീഖ് വരാം. താങ്കൾ പറഞ്ഞെന്താണ്? പ്രതിരോധം തീർക്കുകയായിരുന്നു. KSU പ്രതിരോധം തീർക്കുകയായിരുന്നു. ലോകമെമ്പാടുള്ള മലയാളികൾ ആ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും.